ഹലോ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോയിൽ കയറ്റിയിരിക്കുകയാണ് ആടുകളിനേക്കാൾ. അന്നും കൊണ്ട് നേരെ പാലക്കാട് പോകണം. പാലക്കാട് പോയി കൊണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ്സ് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് മറ്റേ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ പാലക്കാട് പോയി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഹൈവേയിൽ നിന്ന് കഴിഞ്ഞാൽ പെറ്റ്സ് വണ്ടി വരും. അപ്പോൾ അതിൽ കയറ്റി വിടുവാനാണ് പരിപാടി ഇന്ന്. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 മുട്ടനും കച്ചവടമായി തിരുവനന്തപുരം കരുനാഗപ്പള്ളിക്കാണ് പോണത് നമ്മുടെ ആടുകൾ. അതുപോലെ തന്നെ പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചൂട് പറഞ്ഞാലും പോരാ, നല്ല ചൂട് പാലക്കാട്. എൻ്റെ അമ്മു പറഞ്ഞാലും പോരാ, നല്ല ചൂട്. അങ്ങനെ ഓട്ടോയിൽ ജാളിയായിട്ട് കാറ്റ് കൊണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് തഴയൊക്കെ പൊട്ടിച്ചു, എന്നിട്ട് കുറച്ച് കെട്ടി കൊടുത്തു. ഇതുകൊണ്ടാണ് ചൂട് പറഞ്ഞാലും പോരാ. ഹൈവേൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഗുന്തുമാര് ചൂട്. നമ്മൊരു സൈഡ് ഒതുക്കിയിട്ട് കുറച്ച് തഴയും അപ്പുറത്ത് പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ച് ഞാൻ കൊടുത്തു ആടുകൾക്ക്. രാവിലെ വരുമ്പോൾ വെള്ളമൊക്കെ കൊടുത്തു വന്നാണ്. ഇനി അത്ര ദൂരം ഇരിക്കേണ്ടതല്ലേ പറഞ്ഞിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വന്നു. ഇതുകൊണ്ടല്ലോ ഈ ആകാശമൊക്കെ പക്കാ ചൂട് പറയാനും പോരാ, വേർത്ത് കുളിച്ച് ഞാൻ. അപ്പോൾ വണ്ടിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 10:30 വരാൻ പറഞ്ഞു. ശരി പറഞ്ഞാൽ ഞങ്ങൾ പോയി ഇങ്ങോട്ട് 10:30 നിന്നു. 10:20 ഞങ്ങൾ എത്തി. നോക്കണു കാണാനേ ഇല്ല. വിളിച്ചപ്പോൾ ഇതാ വരുന്നു പറഞ്ഞു. പെരുന്തൽമണ്ണ കഴിഞ്ഞു, ഇതാ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് പാവങ്ങൾ അവർക്ക് ഓരോ തിരക്കുണ്ടല്ലോ, ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണ്ടേ. അങ്ങനെ നിന്ന് പൈന്നരിയാകുമ്പോഴാണ് വണ്ടി വന്നത്. പാവി ഞാൻ നോക്കി നിന്ന് തന്നെ. അങ്ങനെ വണ്ടിയൊക്കെ വന്നു സമാധാനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിന്നു. ഇതുണ്ട് നമ്മുടെ ആടുകൾ ഒക്കെ വേർത്തു കതയ്ക്കാൻ തുടങ്ങി. ഇതാ കതച്ച് ക്ഷീണിച്ചു. കുറേ പുല്ല് കാര്യങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് വലിച്ചു കൊടുത്തു. കുറച്ച് തഴയും അതും കെട്ടിയും കൊടുത്തു. സംഗതി ഉഷാറായിരുന്നു. വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ്ടല്ലോ ചൂട് കൊണ്ടിട്ട് ഇതിനെ താങ്ങാൻ പറ്റണില്ല. എനിക്ക് നിന്ന് വേർത്ത് മതിയായി. ശരി, കാര്യമില്ല, ഇനി ടൈമിൽ നമ്മൾ പോയാൽ മതി പറഞ്ഞിട്ട് ഞാനിനി അതിൻ്റെ എല്ലാ സമയവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ ചോദിച്ചു വെച്ചു. മരണ വെയിലുമായി. അപ്പോൾ വണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പാർട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. ഏട്ടാ അങ്ങനെ ഉയരാൻ കുറച്ചും കൂടി വൈകും പറഞ്ഞു. നോക്കണം കറക്റ്റായിട്ട് വണ്ടിയും വന്നു. ഇതാണ് നമ്മുടെ വണ്ടി. ഇതുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടായില്. നായി, പൂച്ച, കിളികൾ, ആട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. ഇതാ നമ്മുടെ 3 ആട്ടിനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അപ്പുറത്ത് വേറെ 3 ആട്ടിനെ കയറ്റി, അങ്ങനെ 6 ആട്ടിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ സേഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി. ഇനി കറക്റ്റായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫോൺ വിളിക്കും, എത്തി വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതേപോലെ നമ്മുടെ ആട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എല്ലാ വണ്ടിയിലും കയറ്റി വിടും. ആരും ടെൻഷൻ അടിക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആടുകൾ വന്നു പറഞ്ഞാൽ പറയാട്ടുള്ളൂ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്